പെരിന്തൽമണ്ണയുടെ ഒരു സ്വപ്ന പദ്ധതിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മോഡേൺ ഇൻഡോർ മാർക്കറ്റ്. അന്ന് വിഭാവനം ചെയ്തപ്പോൾ സ്വപ്ന പദ്ധതിയൊക്കെ ആയിരുന്നു. 20 കോടിയിലധികം രൂപ പ്രവാസികൾ അടക്കമുള്ളവരുടെയെന്ന് പിരിവെടുത്ത് പെരിന്തൽമണ്ണയിൽ നേരത്തെ ഏറ്റവും തിരക്കുണ്ടായിരുന്ന ഒരു മാർക്കറ്റ് പൊളിച്ചു നീക്കി ആധുനിക രീതിയിൽ ഒരു മാർക്കറ്റ് നിർമ്മിക്കുമെന്നായിരുന്നു വാഗ്ദാനം നൽകിയിരുന്നത്. പലരും കോടികൾ പല പല മുറികൾക്കായി കോടികൾ കൊടുത്തവരുണ്ട്, ലക്ഷങ്ങൾ കൊടുത്തവരുണ്ട്. അവരൊക്കെ ഇപ്പൊ ചുറ്റുവട്ടത്ത് ചെറിയ ഒരു തട്ടുകടകളൊക്കെ നടത്തുന്ന പോലെ കടകൾ നടത്തുന്നവരുണ്ട്. ഇവിടെ കട നടത്തിയിരുന്ന പല കച്ചവടക്കാരും വേറെ വ്യാപാര സ്ഥാപനങ്ങൾ തൊഴിലാളിയായി നിൽക്കേണ്ട അവസ്ഥകളിലുള്ളവരുണ്ട്. ഇത് പൂർത്തീകരിക്കുന്ന കാര്യത്തില് UDFന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് UDFന്റെ പല നേതാക്കളും പറഞ്ഞത് ഏറ്റവും ആദ്യം പൂർത്തീകരിക്കുക, പ്രയോറിറ്റി കൊടുക്കുക ഈ മോഡേൺ ഇൻഡോർ മാർക്കറ്റിന്റെ കാര്യത്തിലാണെന്നാണ്. ഭരണത്തിലേറി കഴിഞ്ഞപ്പോൾ 90 കോടി രൂപ കടമാണ് ഇപ്പോൾ നഗരസഭ എന്നാണ് ഭരിക്കുന്നവർ പറയുന്നത്. ഇത് എന്തെങ്കിലും പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ തന്നെ വലിയ സാമ്പത്തിക ചെലവുണ്ട്, അത് കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവിടെ ഭരിക്കുന്നത് UDF ആണ് ഈ നഗരസഭ. അതുകൂടാതെ കേരളം ഭരിക്കുന്നതും UDF ആണ്. അപ്പൊ UDFന് ഈ മോഡേൺ ഇൻഡോർ മാർക്കറ്റിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. വ്യാപാരികളോട് തന്നെയാണ് ചോദിക്കേണ്ടത്. മാത്രമല്ല ഇപ്പോൾ പല ആളുകളും പണം മുടക്കിയ ആളുകൾ തന്നെ പറഞ്ഞത്, വ്യാപാരികൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഇനി പൂർത്തീകരിക്കപ്പെട്ടാലും ആദ്യഘട്ടത്തില് ഉദ്ദേശ ഫലം ചെയ്യില്ലെന്നാണ് പറയുന്നത്. കാരണമുണ്ട്, ഇപ്പോൾ വലിയ മാളുകളൊക്കെ വരികയാണ്, ലുലു മാള്, സെക്കുറ മാള്, അതുകൂടാതെ വലിയ വ്യാപാര സമുച്ചയങ്ങള് സെൻട്രലൈസ് AC ആയിട്ടൊക്കെ വരുന്നത്. അവിടെ പോയി സ്വസ്ഥമായിട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഇനി ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും വ്യാപാരികള്, അവരോട് ചോദിക്കാം എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ, ഇത് പൂർത്തീകരിക്കപ്പെടുമോ എന്ന് നമുക്ക് വ്യാപാരികളോട് തന്നെ ചോദിച്ചറിയാം. ഇന്നത്തെ പഴയ കച്ചവടക്കാരനാണ്, ഇദ്ദേഹത്തോട് ചോദിക്കാം. അല്ല, ഈ അവസ്ഥയ്ക്ക് പണ്ട് ഭയങ്കര പെരിന്തൽമണ്ണ എന്ന് കേൾക്കുമ്പോൾ വരുമ്പോൾ ഏറ്റവും തിരക്കുള്ളത് ഈ ടൗണിന്റെ ഹൃദയഭാഗമാണ്. മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ് എല്ലാം ഉണ്ടായിരുന്നു. സ്വപ്നത്തിന് വേണ്ടി, സ്വപ്ന പദ്ധതിക്ക് വേണ്ടി പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പൊ സ്വപ്നം പോകണമെന്നില്ല. ഇത് എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ? എന്താ അവസ്ഥ എന്ന് പറഞ്ഞാല്, ഞങ്ങളോട് ഇത് മുനിസിപ്പാലിറ്റി വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇന്റർലോക്ക് മാർക്കറ്റ് വന്നാൽ എല്ലാവർക്കും ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു, മോഹവാഗ്ദാനങ്ങൾ പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് തന്നെ കണ്ടറിയില്ലേ എന്താ ഇവിടുത്തെ സ്ഥിതിന്ന്. 16 കൊല്ലം ഓല് ഭരിച്ചിട്ട് ഓല് കട്ട മുറിച്ചിട്ട് ബാക്കിയുള്ളത് ചണ്ടി UDFന് കൊടുത്തു. ഈ UDF എന്താ ചെയ്യാ? ഇപ്പൊ ഇന്നും നാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു 10 കിലോ ഏറ്റേണ്ട ആൾ 500 കിലോ ഏറ്റാൻ പറ്റുമോ? അതാണ് ഇപ്പൊ അവസ്ഥ. മനസ്സിലായോ? അപ്പൊ അദ്ദേഹം പറയുന്നത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമാണ്. വലിയ ഭാരമൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ. ഞാൻ പറയാം, 2 കൊല്ലം എപ്പോഴും പറയാം, ഇതിലൊക്കെ നോക്കും. നേരമ്പത്തിൽ ഇരുന്നിട്ട് 50 റുപ്യ തികഞ്ഞിട്ടില്ല. ഇങ്ങനെ ഞാൻ 2 കൊല്ലമായി വാടക അടച്ചിട്ട് 2 ലക്ഷം റുപ്യ വാടക അടക്കുന്നുണ്ട്. കിട്ടാൻ വഴി വേണ്ടേ? അദ്ദേഹത്തിന്റെ വിഷമം ശരിയാണ്. ഇന്ന് രാവിലെ മുതൽ ഈ ഒരു കച്ചവട സ്ഥാപനം തുറന്നിട്ടിട്ട് 50 രൂപ കച്ചവടം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒന്നത്. രണ്ടാമത് ഇപ്പോ നമ്മള് കൂലിപ്പണി എടുത്തിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഈ 14 വയസ്സായി. നമ്മൾ കൂലിപ്പണിയുടെ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ നമ്മൾ പണിയെടുത്ത് കൊടുക്കൂല. ഇപ്പൊ മനസ്സിലായോ? എന്ത് ചെയ്യാനും എന്തിനും തയ്യാറാ. പക്ഷെ നമ്മൾ എന്നോട് ഇറങ്ങിന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങൂല. ആര് വന്ന് പറയാം. ഞങ്ങൾക്ക് പിന്നെ ഓഫീസർമാരോ കത്തയക്കലുള്ളൂ. ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞാനോട് പറഞ്ഞാലേ എനിക്കറിയുള്ളൂ. ഞങ്ങൾക്ക് ത്യാഗം, ഞങ്ങൾ തീട്ടത്തിന്റെ മുകളിൽ ബൈക്കോളിട്ടിട്ട്, ഞാൻ 4ാം കച്ചവടക്കാരാണ്. തീട്ടത്തിന്റെ മുകളിൽ പഴയ മാർക്കറ്റിലാണ് തീട്ടത്തിന്റെ മുകളിൽ ബൈക്കോളിട്ടിട്ട് കച്ചവടം ചെയ്തിട്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റി അന്ന് വാടക കൊണ്ട് അടച്ചിട്ടില്ല. ഓഫീസർമാർ അടച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ പൈസ വാങ്ങി പോയിരുന്നു. അങ്ങനത്തെ കാലമായിരുന്നു. കാരണം ഞങ്ങൾക്ക് പോകാൻ നേരമില്ല. ഓലിക്കാണെങ്കിൽ അവിടെ പണിയില്ല. ഈ ഓഫീസർമാർ വാടക അടച്ചിട്ട് ആ റെസീറ്റും കൊണ്ട് വരും. അപ്പൊ ഞങ്ങൾ ആ പൈസ കൊടുക്കും, എന്തെങ്കിലും ചായ പൈസയും കൊടുക്കും. മനസ്സിലായോ? അങ്ങനെയായിരുന്നു. അത്രയും പെരുന്തൽമണ്ണ മാർക്കറ്റും കൊണ്ടാണ് ഈ മുനിസിപ്പാലിറ്റി ഇങ്ങനെ ഉയർന്നു കയറിയത്. ആ ഉയർന്നു കയറി സലീം ഭരണത്തിൽ കയറിയോട് കൂടെ ആകെ തൂപ്പാലായി. അപ്പോ ആരോപണങ്ങളെല്ലാം മുൻ ഭരണസമിതി ചെയർമാനൊക്കെതിരെയാണ്. എന്തായാലും ഇപ്പോ UDFന്റെ ഭരണകർത്താക്കളോട് പൊതുവെ ഈ വ്യാപാരികളും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രമിച്ചാൽ അതൊരുപക്ഷെ ചരിത്രമാകും. ഇത് പൂർത്തീകരിക്കാനായാൽ ഒരുപക്ഷെ പെരിന്തൽമണ്ണക്കാരുടെ മനസ്സിലാകും, ഹൃദയത്തിലാവും നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവുക. ശ്രമിക്കുക. ഈ വ്യാപാരികൾ പലരും പറഞ്ഞത് കച്ചവട സ്ഥാപനങ്ങളെ കൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് വേറെ വ്യാപാരികളുടെ കീഴിൽ തൊഴിലാളികളാകേണ്ട അവസ്ഥയിലേക്കാണ് പലരും എത്തിയിരിക്കുന്നതെന്ന് പറയുന്നവരുണ്ട്. അപ്പോ
ഗൗരവമായി പരിഗണിക്കേണ്ട എടുക്കേണ്ട ഒരു വിഷയമാണെന്ന് ഭരണസമിതിയെ ഓർമ്മപ്പെടുത്തുകയാണ്. പെരിന്തൽമണ്ണയിലെ മോഡേൺ ഇൻഡോർ മാർക്കറ്റ്, പണ്ട് ഉണ്ടായിരുന്ന മാർക്കറ്റൊക്കെ പൊളിച്ച് 20 കോടി രൂപയോളം പ്രവാസികൾ അടക്കമുള്ളവരുടെ നിന്ന് സമാഹരിച്ച് അവസാനം UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് അവർ അധികാരത്തിലെത്തിയാൽ എത്രയും പെട്ടെന്ന് ആദ്യം പ്രയോറിറ്റി കൊടുക്കുക ഈ മോഡേൺ ഇൻഡോർ മാർക്കറ്റിനാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതിന്റെ ചില വശങ്ങളൊക്കെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. കാരണം കടക്കണിയിലാണ്, വേറെ സോഴ്സ് കണ്ടെത്തേണ്ടി വരും, ഇവിടുത്തെ വ്യാപാരിയാണ്. ഇപ്പോ ഇനി ഇത് പൂർത്തീകരിച്ചാൽ പോലും പഴയ ഒരു കച്ചവടം ഉണ്ടാകില്ല. കാരണം ഇവിടെ ആളുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം പണ്ടത്തെ പോലെ ഇല്ല. വ്യാപാരിയാണല്ലോ താങ്കൾ, ഇവിടുത്തെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും ഇത് പൂർത്തീകരിക്കപ്പെട്ട് നല്ല രീതിയിൽ കച്ചവടം ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇതില് ഈ 2017-18 കാലഘട്ടങ്ങളിലാണ് ഇപ്പൊ ഇവിടുന്ന് വ്യാപാരികളെ മാറ്റി ബദൽ സംവിധാനത്തേക്ക് മാറ്റിയത്. ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ 8 മാസം കൊണ്ടൊക്കെ ഈ വർക്ക് പൂർത്തീകരിച്ച് നിങ്ങൾ വീണ്ടും ഇതിൽ മാറ്റാന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് ആ പ്രളയം വന്നു, പിന്നെ അതിനുശേഷം കോവിഡ് വന്നു, സ്വാഭാവികമായിട്ട് ചെറിയൊരു കാലതാമസം വന്നു. പക്ഷെ അതിന് ശേഷം ഈ മാർക്കറ്റിന്റെ വർക്ക് വളരെ ഇഴഞ്ഞു നീങ്ങണ്ടായിരുന്നു. 21-ലെങ്ങാണ്ടാണ് ഇവിടെ മഴ മറ്റേ കുറച്ച് ആളുകളെ ഇതിൻ്റെ അകത്ത് പുനരധിവസിച്ച്. അപ്പൊ അതില് മീൻ മാർക്കറ്റ്, അതുമാതിരി മാംസം മാർക്കറ്റാണ് മാറ്റിയുള്ളത്. ബാക്കി കുറച്ച് പഴയ കച്ചവടക്കാർക്കുള്ള റൂമുകളും ഇതിനകത്തുണ്ട്. കുറച്ച് ആളുകൾ ബദൽ സംവിധാനത്തിൽ വന്ന ആളുകളുണ്ട്. ഈ മാർക്കറ്റിന്റെ ഈ പണി പൂർത്തിയാക്കാനുള്ള ഭാഗത്ത് ഇഷ്ടമാതിരി വ്യാപാരികൾക്ക് ഇത് കൊടുക്കാണ്ട്. ബദൽ സംവിധാനം അന്ന് കണ്ടിരുന്നു. പക്ഷെ ബദൽ സംവിധാനം കണ്ടത് കുറെ ആളുകൾക്ക് ഇതിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ഷെഡുകൾ ഉണ്ടായിരുന്നു. കുറച്ച് ആളുകൾക്ക് നമ്മൾ ഇതിന്റെ 2ാം ഘട്ടം എന്നുള്ള ആൾക്ക് ബദൽ സംവിധാനം കണ്ടത് ഇതിന്റെ പുറകു വശത്താണ്. പുറകു വശത്ത് എല്ലാവർക്കും വേണ്ടി ഒരു ഷെഡ് പണിതു. പക്ഷെ അവിടെ എന്താ വെച്ചാൽ ആ ഷെഡ് വിജയിക്കുന്നുണ്ടായില്ല. അവിടെ വ്യാപാരം തുടങ്ങിയ ആളുകൾ തന്നെ അത് നിർത്തി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. കാരണം ആളുകൾ ഒട്ടും വരാതെ ഇല്ല, ആളുകൾ കസ്റ്റമർ വരാത്തൊരു കണ്ടീഷൻ ആയപ്പോൾ അത് മാറി. അപ്പൊ ആ വ്യാപാരങ്ങൾ അവിടെ അവസാനിക്കരുത്. അപ്പൊ അതിനകത്ത് കച്ചവടം ചെയ്തിരുന്ന, പഴയ മാർക്കറ്റിനകത്ത് കച്ചവടം ചെയ്തിരുന്ന ഈ ബദൽ സംവിധാനം ഇനിയും ലഭിക്കാത്ത കുറെ ആളുകളുണ്ട്. അവരൊരു അവസ്ഥ എന്ന് വെച്ചാൽ ഈ വ്യാപാരികളിൽ മാർക്കറ്റിനകത്ത് വ്യാപാരം ചെയ്ത് വിരലിൽ എണ്ണാവുന്ന ആളുകളെ മാറ്റി നിർത്തിയത്. ബാക്കിയൊക്കെ അന്നാമത്തെ ആ ഒരു നീക്കുപോക്കിൽ കണ്ടെത്തിയിരുന്ന കൂലി കണ്ടെത്തി പോയിരുന്ന ആളുകളാണ്. ആ ആളുകൾക്ക് പിടിച്ചിക്കാൻ കഴിയാതെ പല ആളുകളും പല സ്ഥാപനങ്ങളും ജോലിക്ക് കയറിയിട്ടാണ് ഇപ്പോ മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ വ്യാപാരികളായ ആളുകൾ തന്നെ ഈ സ്വന്തം വ്യാപാരമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ തൊഴിലാളികളായി നിൽക്കേണ്ടുന്ന അവസ്ഥ ഈ പെരിന്തൽമണ്ണയിൽ വന്നു എന്ന് പറഞ്ഞാൽ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണത്. ഇനി എന്തെങ്കിലും ഇത് പൂർത്തീകരിച്ച് പഴയ അവസ്ഥയിലേക്ക്, ഈ പഴയ മാർക്കറ്റിന്റെ ആ തിരക്കിലേക്ക് വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, മാർക്കറ്റിന് പെരിന്തൽമണ്ണ പട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പൂർണ്ണ തോതിലുള്ള രീതിയിൽ ഇതിന്റെ വർക്ക് മുമ്പ് വിഭാവനം ചെയ്ത മാർക്കറ്റ് ആ രീതിയിൽ ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു കുഴപ്പമില്ലാത്തൊരു സെന്ററായിട്ട് തന്നെ മാറും. കാരണം വിവിധ ഇതായിട്ട്, അതായത് ഓരോ സ്റ്റെയറിലും ഓരോ വ്യത്യസ്ത കാഴ്ചപ്പാടിലേക്കാണ് അന്ന് റൂമുകൾ കൊടുത്തിരുന്നത്. പക്ഷേ ആ കാഴ്ചപ്പാടുകളൊക്കെ പണ്ട്, ഇപ്പോ പുതിയ വലിയ വ്യാപാര സമുച്ചയങ്ങൾ വരുന്നു, പുതിയ മാളുകൾ വരുന്നു. പർച്ചേസിന് പോകുന്നവർക്ക് സന്തോഷത്തോടു കൂടി ഫുൾ എയർ കണ്ടീഷനിൽ വലിയ മാളുകളിലൊക്കെ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് ഒരുപക്ഷെ ഇത് പൂർത്തീകരിച്ചെങ്കിൽ ഉറപ്പായിട്ടും പെരിന്തൽമണ്ണയിൽ വലിയൊരു തിരക്കുള്ള സ്ഥലം ഇതായി മാറുമായിരുന്നു. ഇതിനുവേണ്ടി 42 ലക്ഷം കൊടുത്ത ആളെ ഞാൻ കുറച്ചു നേരത്തെ കണ്ടു, 55 ലക്ഷം മുടക്കിയ ആളെ കണ്ടു, 5 മുറികൾക്ക് വേണ്ടി കോടികൾ കൊടുത്ത ആളെ കണ്ടു. ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങളെ നോട്ടോടുമെന്ന് പേടിയുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം നിർഭയത്തോട് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് പൂർത്തീകരിച്ചാൽ പ്രതീക്ഷയാണ്. പ്രതീക്ഷയുണ്ടോ? പൂർത്തീകരിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ടൗണിന്റെ ഹൃദയഭാഗത്താണ്. ഒന്ന് ഇതിന് ചെറിയൊരു നെഗറ്റീവ് വന്ന എന്താ വെച്ചാൽ, മുമ്പ് നമ്മളെ ഷോപ്പിംഗ് കോംപ്ലക്സ് കുറെ കാലതാമസം എടുത്ത് ചെയ്തതിന് അടിസ്ഥാനമില്ലാതെ ഒരു പൊതുവെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ആ കസ്റ്റമേഴ്സ് ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. നിങ്ങൾ പറഞ്ഞ മാതിരി പുതിയ സംവിധാനങ്ങളിലേക്ക് ആളുകൾ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോ ഇതിന്റെ സ്ഥിതി ഏതാണ്ട് അതുപോലെ തന്നെ കിടക്കണം. പുതിയ സംവിധാനങ്ങൾ, പുതിയ ഷോപ്പിംഗ് രീതികൾ വന്നു, മാളുകളായി ഈ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഈ മാർക്കറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഒന്നും കൂടി അതിൻ്റെതായ രീതിയിൽ ഇത് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ
പിന്നെ ഇതായി. കാരണം വ്യത്യസ്ത കടകള്, അതായത് ചെറിയ ചെറിയ കടകള് എല്ലാവർക്കും പിന്നെ കസ്റ്റമറിന് വന്ന് നേരിട്ട് സാധനങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട് ബാർഗൻ ചെയ്ത് വാങ്ങാൻ പറ്റും. മറ്റേ മാളുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പിന്നെ ഇതിന്റെ രീതിയിലുള്ളതാണല്ലോ നടക്കുള്ളൂ, ആ ഒരു റേറ്റ് അവരിട്ടത് കാര്യങ്ങളൊക്കെ. ഇത് കസ്റ്റമർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ കടകളിൽ നിന്ന്, ഇപ്പൊ ഈ കടകളിൽ നിന്ന് റേറ്റ് ലേശം അധികം തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് പോയിട്ട് ബാർഗൻ ചെയ്ത് വാങ്ങാനുള്ള ഒരു സംവിധാനവും കാര്യങ്ങളൊക്കെ മാർക്കറ്റിനകത്താണ് അത് നടക്കുക. അപ്പൊ ആ കസ്റ്റമർ എന്തായാലും കൊണ്ട് വരും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമില്ല. കുറെയൊക്കെ വിട്ടുപോകും. വഴി സൗകര്യം വേണം. വഴി സൗകര്യം അതാ ഞാൻ പറഞ്ഞത്, പൂർത്തിയാക്കിയാൽ പിന്നെ ഇത് വലിയ രീതിയിൽ പിന്നെ ഇപ്പോഴും ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷ ഉണ്ട് ഇതിനകത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾ. അപ്പോ കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷൻ പറഞ്ഞ പോലെ പ്രതീക്ഷയുണ്ട്, ഇവർക്ക് വ്യാപാരികൾക്കും പ്രതീക്ഷയുണ്ട്, ഇത് പൂർത്തീകരിക്കണം. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ നാലകത്ത് ബഷീർ പറഞ്ഞത് 90 കോടി കടക്കെണിയിലാണ്. അതിനുശേഷം UDF-ന് അധികാരം കിട്ടുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് അന്ന് വിഭാവനം ചെയ്ത പോലെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പെരിന്തൽമണ്ണ നഗരത്തിന്റെ തിലകക്കുറിയായി മാറുമായിരുന്നു, ഏറ്റവും തിരക്കുള്ളൊരു വ്യാപാര കേന്ദ്രമായി മാറുമായിരുന്നു. ഇനിയിപ്പോ എങ്ങനെയാവുന്നൊന്നും പ്രവചിക്കാൻ പറ്റില്ല. പ്രതീക്ഷയുണ്ട്. ഈ വ്യാപാരിക്ക് പ്രതീക്ഷയുണ്ട്, പണം മുടക്കിയ പലർക്കും പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്കത്ത് വരാൻ ഇനി ഭരിക്കുന്നവർ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും കണ്ണായ സ്ഥലത്ത് ഇങ്ങനെ ആർക്കും വേണ്ടാതെ ഇതൊക്കെ വർഷങ്ങളായി കിടക്കുന്നത്, വർഷങ്ങളായി ഈ അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കാനാണല്ലോ UDF അധികാരത്തിലെത്തിയിട്ട് അവർ തന്നെ പറയുന്നത്. മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. മാറ്റം ഉണ്ടാക്കാൻ UDF ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്കും ആശംസിക്കാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യമുള്ളൂ. UDF തെരഞ്ഞെടുപ്പ് സമയത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് ഇവിടെ പ്രയോറിറ്റി, അവർ അധികാരത്തിലെത്തിയാൽ ആദ്യം ഈ മോഡേൺ ഇൻഡോർ മാർക്കറ്റിന്റെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അധികാരത്തിലെത്തിയപ്പോ 6 മാസം പിന്നിട്ടു. ഇനി പ്രശ്നം പരിഹരിക്കൂ? പക്ഷേ പുതിയ ഭരണസമിതിയെ 100% നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം 35 കൊല്ലമായി തുടർച്ചയായി ഭരിച്ച ഭരണസമിതി അഗാധമായ കടത്തിലാണ് ഈ നഗരസഭ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പുതിയ ഭരണസമിതിയെ 6 മാസം കൊണ്ട് നമുക്ക് അങ്ങനെ വിലയിരുത്തി പറയാൻ കഴിയില്ല. അവര് ഈ കാര്യത്തിൽ വളരെ എന്താ വെച്ചാൽ അവർ പരമാവധി ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നും അവർക്ക് ഇത്രയും വലിയ സാമ്പത്തിക കടം വെച്ചുകൊണ്ട് അവർക്ക് ഇതിനൊന്ന് പുനർജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് 100% നമുക്ക് പുതിയ ഭരണസമിതി അവിടെ കൈവച്ചവർ പരിശ്രമിക്കുന്നുണ്ട്. 100% നമുക്ക് അവർ കുറ്റപ്പെടുത്താൻ കഴിയില്ല. വ്യാപാരികൾ തന്നെ പറയുന്നുണ്ട്, ഇവിടുത്തെ വ്യാപാരികൾ തന്നെ പറയുന്നു 100% ഇപ്പോഴത്തെ ഭരണസമിതി, UDF ഭരണസമിതിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം 35 വർഷത്തോളം LDF-ന്റെ കുത്തകയായിരുന്നു പെരിന്തൽമണ്ണ. നഗരസഭ ആയതിനു ശേഷം 30 വർഷവും കൂടി അതിനുശേഷമാണ് ഇപ്പോൾ UDF അധികാരത്തിലെത്തിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് പെട്ടെന്ന് 90 കോടി കടമുള്ള ഒരു നഗരസഭയാണ് അവർക്ക് ഭരണത്തിന് കിട്ടിയതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ 20 കോടി അന്ന് പ്രവാസികളടക്കമുള്ളവരുടെ നിന്ന് പിരിച്ചെടുത്ത ഈ മോഡേൺ ഇൻഡോർ മാർക്കറ്റ് സ്വപ്ന പദ്ധതിയായി പിരിച്ചെടുത്തിട്ട് ആ പണം വകമാറ്റി ചെലവഴിച്ചു എന്ന രീതിയിലുള്ള ആരോപണമുണ്ട്. അപ്പൊ അന്ന് ഇത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പെരിന്തൽമണ്ണയുടെ തിലകക്കുറിയായി മാറുന്നു. ഇനി ഇത് പൂർത്തീകരിച്ചാലും പഴയ അവസ്ഥയിലേക്ക് ഈ വ്യാപാരികൾക്ക് കച്ചവടം കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലെന്ന് വ്യാപാരികൾ തന്നെയാണ് പറയുന്നത്. പെരിന്തൽമണ്ണയിലെ മോഡേൺ ഇൻഡോർ മാർക്കറ്റ് പണി നടന്നുകൊണ്ടിരിക്കുന്നു. പണി എന്ന് തീരുമെന്നറിയില്ല. അപ്പോൾ വ്യാപാരികൾ കഴിഞ്ഞ ഭരണസമിതിയെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, ഈ ഭരണസമിതിയുടെ വിഷമാവസ്ഥ പറയുന്നവരുണ്ട്. ഭാവിയിൽ ഇത് പണി പൂർത്തീകരിച്ചാലും പഴയ ഉദ്ദേശിച്ച ലക്ഷ്യം കാണില്ല എന്ന് പറയുന്നവരുണ്ട്. കാരണം പുതിയ മാളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് സ്വാഭാവികമായിട്ട് സ്വസ്ഥമായി പർച്ചേസ് ചെയ്യാൻ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോവുക. അപ്പം എന്തായാലും ഇനി ഇത് ഉദ്ദേശിച്ച ഫലം കാണാൻ സാധ്യത കുറവാണെന്നാണ് നമ്മളിവിടെ വ്യാപാരികളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഉദ്യോഗസ്ഥരായാലും പോലീസായാലും രാത്രി കാലങ്ങളിൽ ഇവിടെ ഒരു പരിശോധന നടത്തണമെന്ന് പറഞ്ഞു. പല ആളുകളും പറഞ്ഞു. കാരണമുണ്ട്, താഴെ പാർക്കിംഗ് ഗ്രൗണ്ട് ഈ ഭാഗത്തൊക്കെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുകയാണെന്ന് പറയുന്നത്. പല ലഹരി മാഫിയ തന്നെ താവളമാക്കിയേക്കുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്, വ്യാപാരികൾ തന്നെ പറഞ്ഞവരുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ കൂടി നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്ന് ബന്ധപ്പെട്ട പോലീസ്, എക്സൈസ് ഇവരുടെയൊക്കെ ഒരു നിരീക്ഷണം കൂടി ഇവിടെ ഉണ്ടാകണമെന്നാണ് ഇവിടുത്തെ വ്യാപാരികൾ തന്നെ പറയുന്നത്. എന്തെങ്കിലും ഒരിക്കൽ പൂർത്തീകരിച്ചാൽ പ്രതീക്ഷിക്കുന്നത് പോലെ ചിലപ്പോൾ ആളുകൾ വന്നേക്കുമെന്ന് പറഞ്ഞ വ്യാപാരികളുണ്ട്. ഏതായാലും ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു എന്ന ഒരു ആക്ഷേപം, പരാതി ഉണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഒരു നിരീക്ഷണവും അന്വേഷണം ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജബാർ വേണാട്ട്, 1 ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ.
ബ്രഹ്മാണ്ഡ ഓഫറുമായി അറ്റ്ലസ് ഫാഷൻ 3000 വനിതകൾക്ക് വെറും 1 രൂപയ്ക്ക് കോട്ട് സെറ്റ്. ഓഗസ്റ്റ് 7 മുതൽ 12 വരെ ആദ്യം പർച്ചേസ് ചെയ്യുന്ന 500 വനിതകൾക്ക് വെറും 1 രൂപയ്ക്ക് കോട്ട് സെറ്റ്. ഓരോ ദിവസവും 500 കോട്ട് സെറ്റ് വീതം 6 ദിവസങ്ങളിലായി ഈ ഓഫർ ലഭിക്കും. അറ്റ്ലസ് ഓണം ബമ്പർ ഓണം. ബമ്പർ സമ്മാനം 10 ലക്ഷം രൂപ 10 പേർക്കായി, 100 ഫ്രിഡ്ജ് 100 പേർക്ക്. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ഓണം സ്റ്റൈലാക്കാൻ ഏറ്റവും പുതിയ കളക്ഷനുകൾ വെറും 19 രൂപ മുതൽ 999 വരെ മാത്രം. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് ട്രെൻഡി കളക്ഷൻ, ഫാഷനും സൂപ്പർ ഓഫറുകളും ബമ്പർ ഭാഗ്യവും ഈ ഓണം അറ്റ്ലസിനോടൊപ്പം ആഘോഷമാക്കാം. അറ്റ്ലസ് ഫാഷൻ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ.